ശ്രീ റജി, താങ്കൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ തുടക്കത്തിൽ സംപ്രേഷണം ചെയ്ത 4 പേരുടെ വാചകങ്ങൾ കേട്ടതാണ്. സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സതീശൻ ചോദിക്കുന്ന ചോദ്യമാണ് കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞത്. എൻ.എം. വിജയൻ്റെ കുടുംബത്തെ സഹായിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. ഏത് എൻ.എം. വിജയൻ എന്നാണ് സതീശൻ ചോദിച്ചത്. സണ്ണി ജോസഫ് പറഞ്ഞത് പാർട്ടിക്ക് സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം ഇന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പത്മജ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്തൊക്കെയാണ് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മലയാളത്തിൽ ചതി എന്നൊരു വാക്കുണ്ട്. ചതി എന്ന വാക്കിനും അപ്പുറത്തേക്ക് വലിയ പദങ്ങൾ ഇനിയും കണ്ട് പിടിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ റജി, എന്താണ് കോൺഗ്രസ് ഇങ്ങനെയാകുന്നത്? നോക്കൂ, കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ എത്രയോ തരത്തിലുള്ള നിങ്ങളുടെ ഭാഷയിലെ വർഗ ബഹുജന സംഘങ്ങളും വിവിധ സ്വഭാവ സവിശേഷതകളുള്ള ജനസഞ്ചയമാണ് ഈ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം. അതിൽ അങ്ങേയറ്റത്തെ ധാർമ്മികതയോടും രാഷ്ട്രീയ മര്യാദയോടും നീതിയോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും കൂടിയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലി. അക്കൂട്ടത്തിൽ അങ്ങനെ വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ഉടലെടുക്കാം. അതിനെയൊക്കെ സുസജ്ജമായി നേരിടുവാനുള്ള രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയ ധീരതയും അതിൻ്റെ കർമ്മശേഷിയും ഒക്കെ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന് ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതിനെ ഒരു കൊലയാളി പാർട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ഒരു വിമർശനത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു പക്ഷേ പ്രയോഗിക്കാമെങ്കിലും ഇന്ത്യയുടെ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിനെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ രൂപപ്പെടുത്തി ജനാധിപത്യം എന്ന മഹത്തായ രാഷ്ട്ര ഭരണ രീതി നമുക്ക് സംഭാവന നൽകിയത് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്നങ്ങ് മറക്കരുത്. ഇവിടെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ചില വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടാവാം. അതിനെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പല രീതിയിൽ അതിനെ പരിഹരിക്കുവാനുള്ള നടപടികൾ പല ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ, വയനാട്ടിലെ വിഷയത്തിൽ തന്നെ കോൺഗ്രസ് അതിൻ്റെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. അപ്പോൾ അന്വേഷണത്തിന് ശേഷമായിരിക്കാം അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്തിമമായിട്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക. ആത്മഹത്യ അത് നടത്തുന്ന അന്വേഷണമല്ല പ്രശ്നം. എൻ.എം. വിജയൻ എന്ന് പറയുന്ന വന്ധ്യവയോധികൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു. ആ കുടുംബത്തിന് 2,60,00,000 രൂപ കടമായി. എങ്ങനെ കടമായി? 45 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ എൻ.എം. വിജയൻ്റെ കുടുംബ സ്വത്ത് പണയം വെച്ചു. ആ പട്ടയം വെച്ചത് കോൺഗ്രസ് നേതാക്കൾ, ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ കൈയഴിഞ്ഞപ്പോൾ 2,60,00,000 രൂപയുടെ കടവുമായി സ്വന്തം വീട് നഷ്ടപ്പെട്ട് മകനെ കൊലപ്പെടുത്തി എൻ.എം. വിജയൻ ആത്മഹത്യ ചെയ്തു. അതാണോ താങ്കൾ പറഞ്ഞ ധാർമ്മികത എന്ന് പറയുന്നത്? അതാണോ പാർട്ടി പരിശോധിച്ചതിന് ശേഷം ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്ന് പറയുന്നത്? ഇന്ന് പത്മജ എന്ന് പറയുന്ന മരുമകൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണോ താങ്കളുടെ പാർട്ടിയുടെ ധാർമ്മികത? ഒരുപക്ഷെ താങ്കളുടെ തുടക്കത്തിൽ തന്നെ വാക്കുകൾ വലിയ ധാർമ്മികതയുള്ള പ്രസ്ഥാനമാണ് എന്ന് താങ്കൾ പറഞ്ഞു. നമ്മൾ കേട്ടതാണ് വി.ഡി. സതീശൻ്റെ ആരാണ് എൻ.എം. വിജയൻ എന്ന് ചോദിച്ചത്. താങ്കൾക്കും സ്വാഭാവികമായി ഇങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. ഇതാണോ കോൺഗ്രസിൻ്റെ ധാർമ്മികത? ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ധാർമ്മികത? ഒരു മനുഷ്യായുസ് മുഴുവൻ കോൺഗ്രസിനൊപ്പം നിന്നവരെ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും തള്ളിവിടുന്നതാണോ താങ്കളുടെ പാർട്ടിയുടെ ധാർമ്മികത? ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരികമായ ഒരു പ്രതിഫലനത്തിൻ്റെ ഭാഗമായി ആത്മഹത്യയെ ആശ്രയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ സമൂഹത്തിനോ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആരായാലും ശരി തന്നെ, ഏത് വിഭാഗത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ആയാലും ശരി തന്നെ. പക്ഷേ ഇവിടെ പ്രാദേശികമായ ഒരു സംഗതി രൂപപ്പെടുമ്പോൾ അത് സംബന്ധിച്ച് അതിൻ്റെ പ്രാദേശിക നേതൃത്വം അത് പരിഹരിക്കുവാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ സ്വീകരിക്കുമ്പോൾ ഈ പറഞ്ഞ പത്മജ ആ ഒരു ആത്മഹത്യയിലേക്കുള്ള ഒരു ശ്രമത്തിലും തുനിയരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.